CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ സംഭാഷണത്തിൽ ഖേദം പ്രകടിപ്പിച്ച CPI നേതാക്കൾ സംഭാഷണത്തിൽ ഏർപ്പെട്ട കമല സദാനന്ദനും KM ദിനകരനുമാണ് ഖേദം അറിയിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചാണ് ഖേദം പ്രകടിപ്പിച്ചത്. എന്നാൽ ഈ ഖേദപ്രകടനം ബിനോയ് വിശ്വം സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഇവർക്ക് വൈകി ഉദിച്ച വിവേകമാണോ ഇത്തരമൊരു ഖേദപ്രകടനത്തിൻ്റെ കാരണം? പാർട്ടിയെ ആകെ തന്നെ വലിയ അവധിക്കുണ്ടാക്കുകയും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന സംഭവമായി പോയി. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ സമ്പന്നനായിട്ടുള്ള സെക്രട്ടറിക്കെതിരെ ഒരു ശബ്ദരേഖ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഖേദപ്രകടനം ഫോണിൽ വിളിച്ചാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ചത്. പക്ഷേ പാർട്ടി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ഇരു നേതാക്കളോടും ചോദിച്ചിട്ടുണ്ട്. ഒരാൾ സംസ്ഥാന നിർവാഹക സമിതി അംഗവും ഒരാൾ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമാണ്. അതുകൊണ്ട് തന്നെ ഗൗരവ സ്വഭാവത്തിലാണ് പാർട്ടി ഇതിനെ കാണുന്നത്. വരുന്ന 24-ാം തീയതി സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഒപ്പം തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് തന്നെ ഇവർ നടത്തിയിട്ടുള്ള ഈ ശബ്ദരേഖ അത് ഇവരുടേത് തന്നെയാണോ എന്ന രീതിയിലുള്ള അന്വേഷണം നടത്തി ഇനി ഇവർ തന്നെയാണ് ഇങ്ങനെ സംസ്ഥാന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് മൂല്യമില്ലാത്ത ആളാണ്, അയാൾക്ക് നാണം കെട്ട് പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരും. ബിനോയ് വിശ്വത്തെ വിമർശിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖയായിരുന്നു പുറത്തു വന്നത്. ഇത് ഇവർ തന്നെയാണ് നടത്തിയതെങ്കിൽ ഇവർക്ക് നിലവിൽ അവരോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇവരുടെയാണെന്ന് സാങ്കേതികമായി തെളിയിക്കുകയാണെങ്കിൽ കടുത്ത അച്ചട നടപടി വരും. KM ദിനകരനാണെങ്കിൽ 65 വയസ്സ് പൂർത്തിയായിട്ടുള്ളത് കൊണ്ട് തന്നെ നിലവിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരും. പക്ഷേ കമല സാധാരണ സംബന്ധിച്ച് അവർ സംസ്ഥാന നിർവാഹക സമിതി അംഗമാണ്, ഇനിയും അത് തുടരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബിനോയ് വിശ്വത്തിനെതിരെ ഇപ്പോൾ നടക്കുന്നത് അത് സംഘടനയുള്ളിൽ തന്നെ ഉള്ള വിഭാഗീയതയുടെ ഭാഗമായി ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു ശബ്ദരേഖയാണെന്നുള്ള ഒരു പ്രചരണമുണ്ട്. സംസ്ഥാന സെക്രട്ടറി ഇതിനോട് പ്രതികരിച്ചത് തനിക്കറിയാവുന്ന കമല സദാനന്ദനും KM ദിനകരനും ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല, മാധ്യമങ്ങൾക്ക് തെറ്റിയതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നത്. പക്ഷേ മന്ത്രി P പ്രസാദ് അടക്കം ഇതിനോട് വിമർശിച്ചുകൊണ്ട് ഇവർ നടത്തിയതാണെങ്കിൽ അവർക്ക് കടുത്ത അച്ചടക്ക നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് തങ്ങൾ നടത്തിയതില്ല, തങ്ങൾക്കിതിനെ പറ്റി അറിയില്ല എന്നാണ് കമല സദാനന്ദനും KM ദിനകരനും അറിയിച്ചിട്ടുള്ളത്. പാർട്ടിയിൽ ഇപ്പോഴിത് വലിയ ചർച്ചയാക്കി എടുക്കേണ്ട, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഇത് അന്വേഷിച്ച് ഇവർക്കെതിരെ നടപടിയെടുക്കാം എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. പാർട്ടിയിൽ നിലവിൽ മണ്ഡലം സമ്മേളനങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. CPIയിലെ മണ്ഡല സമ്മേളനങ്ങൾ പൂർത്തിയായി. നിലവിൽ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ്. സമ്മേളന കാലത്ത് ഇതിനു മുൻപും സംസ്ഥാന സെക്രട്ടറിയെയും ഒപ്പം തന്നെ മറ്റു ചില നേതാക്കളെ ഉന്നം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ CPIയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില നീക്കങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള ചില സംശയങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണ കമ്മീഷനെ ഉൾപ്പെടുത്തി മാത്രമേ ഇതിനൊരു അന്തിമമായിട്ടുള്ള തീരുമാനം, അതായത് ഇവർ തന്നെ നടത്തിയിട്ടുള്ള ശബ്ദരേഖയാണോ, ഒപ്പം തന്നെ ഇവർ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇരുവരും സംസാരിക്കവെയാണ് മറ്റൊരു നേതാവ് ഇത് തൻ്റെ ഫോണിൽ പകർത്തിക്കൊണ്ട് പ്രചരിപ്പിച്ചു എന്ന കണ്ടെത്തൽ പ്രാഥമിക പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ രീതിയിൽ മറ്റൊരു ആൾ പറഞ്ഞ ശേഷം അങ്ങനെ പ്രചരിപ്പിക്കാനുണ്ടായ കാരണം എന്താണ്, മറ്റാർക്കെങ്കിലും ഈ ഓഡിയോ പ്രചരിപ്പിച്ചതിൽ ഭാഗമായി ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന 24-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നിർണായകമാണ്. ആ യോഗത്തിൽ ചിലപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനെ കൂടി തീരുമാനിച്ചേക്കും. താങ്ക് യു. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്.